പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുവരെയായിരുന്നു പറഞ്ഞിരുന്നത് ലൈറ്റ് റിയാക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് which is continuous to the light reaction. So this is the most important information with regards to the light reaction. See, light reaction, in this process, light absorption by antenna complexes, which transfer of light energy from antenna complex to chlorophyll A in the reaction center. എന്താ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ ആന്റിന കോംപ്ലക്സിലേക്ക് ക്ലോറോഫിൽ, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലൈറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്റിന കോംപ്ലക്സ് ടു ക്ലോറോഫിൽ ആക്ച്വലി ഇൻ ദ റിയാക്ഷൻ സെന്റർ. ആസ് എ റിസൾട്ട് സ്വാഭാവികമായിട്ട് അവിടെ എക്സൈറ്റേഷൻ നടക്കുന്ന പറയാം. നമ്മൾ ഈ പറയുന്ന ലൈറ്റിന്റെ ബേസിൽ ക്ലോറോഫിൽ മോളിക്യൂൾ എക്സൈറ്റഡ് ആവും. ദി എക്സൈറ്റേഷൻ ഓഫ് ക്ലോറോഫിൽ എ ഇൻ ദ റിയാക്ഷൻ സെന്റർ, and at the same time photolysis of water has been taking place, and evolution of oxygen, that is called oxidation of water. Oxidation എന്ന് പറയുന്നതാണ്. What is oxidation? രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ് ഉണ്ട് നമ്മുടെ ബയോളജിക്കൽ റിയാക്ഷൻ. That is, one is called reduction as well as another one is called oxidation. Reduction is nothing but it is a formation of addition. For example, carbon dioxide is reduced to carbohydrate. അതെന്താണ്? That is what is called photosynthesis. കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ്ഡ് എന്നാ പറയുക. വാട്ട് ഈസ് റെഡ്യൂസ്ഡ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ തന്നെ വാട്ടറും, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ വാട്ടറും മറ്റുള്ള എലമെന്റ്സ് എല്ലാം കൂടി ചേർന്ന് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, കൂടുന്നു. Whereas what is oxidation? Oxidation is nothing but breakdown. Glucose is breakdown to pyruvic acid by the process called glycolysis. Glucose has a carbon number of 6, whereas pyruvic acid has the carbon number of 3. അപ്പൊ ഗ്ലൂക്കോസ് ഓക്സിഡൈസ്ഡ് ആവാന്നാണ് അതിന്റെ അർത്ഥം, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ലൈക്ക് വൈസ് ഹിയർ, വാട്ടർ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു, എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ഓക്സിജൻ ഉണ്ടാവുന്നു. സിന്തസിസ് ഓഫ് അസിമിലേറ്ററി പവേഴ്സ് വയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അതുകൂടാതെ ഇവിടെ അസിമിലേറ്ററി പവറുകളും ഉണ്ടാക്കപ്പെടുന്നു. വാട്ട് ഈസ് അസിമിലേറ്ററി പവർ? അസിമിലേറ്ററി പവർ ഈസ് നത്തിങ് ബട്ട് ATP as well as NADPH. So with the help of these assimilatory powers like ATP and NADPH plus 2 or NADPH, the most important process, that is dark reaction, has been taking place. So that is why the process is very important. Then paranathu, oxidation of water is very important, light trapping is very important, then excitation of chlorophyll also important, because all this process which will produce the assimilatory powers like ATP and NADPH2. This ATP and NADPH2 are the most important driving forces for dark reaction. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് എക്സൈറ്റേഷൻ? നമ്മൾ പറയല്ലേ, ഞാൻ അയാളെ കണ്ടപ്പോ എക്സൈറ്റഡ് ആയി, ഇല്ലേ? നമ്മൾ പെട്ടെന്ന് മോഹൻലാൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തളിപ്പറമ്പ് ടൗണിൽ ഒരു പക്ഷേ മോഹൻലാൽ ഉണ്ടാവാൻ വിചാരിക്കുക, വി മസ്റ്റ് ബി എക്സൈറ്റഡ്, അല്ലെ? അതേപോലെ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു താരത്തിനെ കണ്ടെങ്കിൽ വി മസ്റ്റ് ബി എക്സൈറ്റഡ്. അതല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. മേ ബി ഇപ്പൊ നമ്മളിപ്പോ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ വാട്സൺ ആൻഡ് ക്രിക്കിനെ കാണാൻ വിചാരിക്കാം, ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ കാൽവിൻ ബെൻസനെ കാണാൻ വിചാരിക്കാം, വി മസ്റ്റ് ബി എക്സൈറ്റഡ്, ഓക്കെ? സോ ലൈക്ക് വൈസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സൈറ്റ്മെന്റ് ഓർ എക്സൈറ്റഡ്? See, chlorophyll A is the only pigment that directly participate in the light dependent reaction. നമുക്കറിയാം, ഒരു പിഗ്മെന്റിൽ ക്ലോറോഫിൽ ബി ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്, കരോട്ടിൻ എക്സെട്ര ആർ there. But we must say that the chlorophyll A is the only pigment that directly participate in the light dependent reactions. Other pigments add energy to chlorophyll. മറ്റ് പിഗ്മെന്റുകൾ എന്താ ചെയ്യുക? ക്ലോറോഫില്ലോട്ട് എനർജി കൊടുക്കുക ചെയ്യുക കേട്ടോ. ഓർ ഡിസിപ്പേറ്റ് എക്സസീവ് ലൈറ്റ് എനർജി, അല്ലെങ്കിൽ അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നു. See, absorption of light elevates an electron to a higher energy orbital, that is increased potential. See, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ നിങ്ങൾ. Here we can see the light has been hit on the reaction center, that is chlorophyll. അത് ഉടനെ തന്നെ എന്ത് ചെയ്യും? അത് എക്സൈറ്റ് ചെയ്യുന്നു in the stage called excitement stage.
red photon excite electron to a high energy state. ഇവിടെ എന്താ ചെയ്യുന്നത്? റെഡ് ഫോട്ടോൺ, അതായത് റെഡ് ലൈറ്റ് കൊണ്ട് വന്നിരിക്കുന്ന photons that may be excited the electrons to a high energy state. Blue photon excite electron to an even higher state. അതുകൂടാതെ ബ്ലൂ ഫോട്ടോണും അതേപോലെ തന്നെ എക്സൈറ്റ് ചെയ്യും. Now, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ. എങ്ങനെയാണ് ലൈറ്റ്, ഫോട്ടോൺ മീൻസ് ലൈറ്റ്, എങ്ങനെയാണ് ഈ പറയുന്ന ക്ലോറോഫിൽ മോളിക്യൂള് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നത്? ദ എക്സൈറ്റഡ് ക്ലോറോഫിൽ ഈസ്, ദാറ്റ് ഈസ് ക്ലോറോഫിൽ, ഇങ്ങനെ കാണിക്കുക, എ റെഡ്യൂസിങ് ഏജന്റ്. ഇതൊരു ക്ലോറോഫിൽ ഒരു റെഡ്യൂസിങ് ഏജന്റ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡോണർ. ഇത് ഇലക്ട്രോണെ കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ അപ്പൊ ലൈറ്റ് വരും, ഇലക്ട്രോണെ കൊടുക്കുന്നു, സി ഇലക്ട്രോൺ കൊടുത്തു, അതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റ്മെന്റ് ആവുന്നു, ലൈറ്റ് കിട്ടിയതിന് ശേഷം ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി ദ പ്രോസസ്. ദാറ്റ് ഈസ് ക്ലോറോഫിൽ ഈസ് ബിക്കം ക്ലോറോഫിൽ പ്ലസ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡൈസ്ഡ് ഫോം. ക്ലോറോഫിൽ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആണ്, അത് ലൈറ്റ് വന്ന് വരുന്ന ഉടനെ തന്നെ അത് എക്സൈറ്റഡ് ആവുന്നു, ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് മാറുന്നു. Now, excitation energy is passed from pigment that absorb short wavelength to those that absorb longer wavelength and end up in the reaction center pigment. Excitation energy is passed from pigment that absorb short wavelength to those that absorb longer wavelength and end up in the reaction center pigment. Okay, so we can say that this is the most important active program in photosynthesis. Excitation energy. Excitation energy എന്ന് വെച്ചാൽ ക്ലോറോഫിൽ ലൈറ്റിൽ വന്നു, അല്ലെങ്കിൽ ലൈറ്റ് ക്ലോറോഫിൽ വന്ന് മുട്ടി അത് എക്സൈറ്റഡ് ആവുന്നു, അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എക്സൈറ്റേഷൻ എനർജി ഈസ് പാസ്ഡ് ഫ്രം പിഗ്മെന്റ് ആണല്ലോ, ക്ലോറോഫിൽ പിഗ്മെന്റിൽ വരുന്നതാണ്. ദാറ്റ് അബ്സോർബ് ഷോർട്ട് വേവ് ലെങ്ത് ടു ദോസ് ദാറ്റ് അബ്സോർബ് ലോങ്ങർ വേവ് ലെങ്ത് and end up in the reaction center pigment, and we can say that this program will end up in the reaction center. That the reaction center may be P70 or P680. So what is NADP? ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം NADP എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് NADP H+ and ATP. ഇവിടെ NADP എന്താണ്? ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അവസാനമായിട്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് NADP H+ ആവുന്നുണ്ട്. ഒരു എച്ച് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറിൽ വരുന്നുണ്ട്, മറ്റൊരു എച്ച് വേറെ ഇതിൽ വരുന്നുണ്ട്. എനിവേ വി ക്യാൻ സേ ദാറ്റ് നമ്മളെ സംബന്ധിച്ചോളം പലപ്പോഴും UGCക്ക് പോലും ചോദിക്കുന്നതാണ്, വിച്ച് ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇൻ ഫോട്ടോസിന്തസിസ്. ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഈസ് NADP. NADP plus 2 electron plus 2H is equal to NADP H+H. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും NADP H2 എന്നൊക്കെ പറയും. ഈ കഥ നമ്മൾ പറയും, ഇപ്പൊ ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു സസ്പെൻസിന് വേണ്ടി അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. റെഡ്യൂസ്ഡ് NADP or NADPH or NADPH2 or NADPH+H, ഇങ്ങനെ ഏത് രീതിയിൽ നമുക്ക് പറയാം. ഒന്നുകിൽ റെഡ്യൂസ്ഡ് NADP എന്ന് പറയാം, റെഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ കുറെ ആൾക്കാർ കൂടി ചേർന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് ആക്ച്വലി ദ പ്രോസസ്? ഇതാണ് സംഭവിക്കുന്നത്. P680 ആന്റിന കോംപ്ലക്സ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് P680 P680 എന്ന് പറഞ്ഞാൽ PS1 or PS2 that we will discuss later. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു, ദെൻ P700 എത്തുന്നു, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് NADP. ഈ ഒരു പ്രോസസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. എനിവേ നമ്മൾ ഇവിടെ കുറച്ച് ഹിന്റുകൾ മാത്രം തരികയാണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ഓർ പ്രിപ്പറേറ്ററി പ്രോസസ്. നൗ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് പിഗ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ദാറ്റ് ഈസ് P700 and P680. എന്താണ് P700, എന്താണ് P680? ടു പിഗ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. P represent pigment system or photo system, അതൊക്കെ വേണം പറയാം. PS1 complex consists of 200 chlorophylls. PS1-ൽ 200ഓളം ക്ലോറോഫിൽ ഉണ്ട്. 50 carotenoid, a molecule of P700, 1 cytochrome F, 1 plastocyanin, 2 cytochrome B563, FRS, ferredoxin reducing substance, rich in chlorophyll, A, iron and copper. PS1 controlled the process of producing a strong reductant to reduce NADH into NADPH+H. Then PS2, what about PS2? Consists of 200 chlorophyll. PS2-ൽ 200 chlorophyll ഉണ്ട്, 50 carotenoids ഉണ്ട്, a molecule of P680, a primary electron acceptor Q, a plastoquinone, 4 plastoquinone equivalents, 4 Mn molecules bound to one or more proteins, 2 cytochrome Bs,
559, 1 cytochrome B6 and chloride. ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല, പക്ഷേ വി ആർ ഇൻ MSc സ്റ്റേജ്, സോ വി മസ്റ്റ് ഹാവ് an information about 2 pigments. 2 പിഗ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞിരിക്കേണ്ടതുണ്ട്. Then Salisbury and Rose, the most important, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബുക്കാണ്, ഫിസിയോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് സാലിസ്ബറി ആൻഡ് റോസ്. അല്ലെ, നമുക്കറിയാം ടേസ് ആൻഡ് സൈഗർ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ അതുകൂടാതെ വേറെ എന്തൊക്കെയാണുള്ളത് നമുക്കറിയാം. നമ്മുടെ കൂടെ പറയൂ, സാലിസ്ബറി ആൻഡ് റോസ് ഉണ്ട്, ദെൻ ഹോപ്കിൻസ് ഉണ്ട്, ദെൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു ബുക്കുണ്ട്, ദാറ്റ് ഈസ് ടേസ് ആൻഡ് ടൈഗർ. ഓക്കെ, ടേസ് ആൻഡ് സൈഗർ അടക്കമുള്ള ബുക്കുകൾ. അപ്പൊ ടേസ് ആൻഡ് സൈഗർ ഉണ്ട്, സാലിസ്ബറി ആൻഡ് റോസ് ഉണ്ട്, ഹോപ്കിൻസ് ഉണ്ട്. He proposed that grana mainly contain PS2 while stroma lamella PS1. സാധാരണ ഗ്രാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രാന എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിയാക്ഷൻ സെന്റർ ആണ്, അവിടെ ഏറ്റവും കൂടുതൽ PS2 ആണ്. വൈൽ സ്ട്രോമ ലെമല്ല, സ്ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോമയാണ്, അതായത് ഫോട്ടോസിന്തസിസിലെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ഹാപ്പനിങ് ദർ. അവിടെ ഏറ്റവും കൂടുതൽ PS1 ആണ്. PS1 light is gathered by chlorophyll A and carotenoid, while in PS2 light is gathered by chlorophyll B and xanthophyll. That is another important point as far as your UGC examination is concerned. PS1 light is gathered by chlorophyll A and carotenoid, while in PS2 light is gathered by chlorophyll B and xanthophyll. Now we are going to discuss in detail about light dependent reaction. നമുക്കറിയാം 2 ടൈപ്പ് റിയാക്ഷൻസ് ആ ഉള്ളത്. ഒന്ന് ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ലൈറ്റ് റിയാക്ഷൻ, whereas another one is called light independent reaction. അതിനാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ അതിന് പറയുന്നത് വേറൊരു പേരുണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ലൈറ്റ് റിയാക്ഷൻ. 2 types of photosystemസ് കോഓപ്പറേറ്റ് ഇൻ ദ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ. 2 പ്രധാനപ്പെട്ട ആൾക്കാർ കോഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത് കേട്ടോ. ഒന്ന് PS2, മറ്റൊന്ന് PS1. വാട്ടർ സ്പ്ലിറ്റിംഗ് ഫോട്ടോസിസ്റ്റം, ഇതാണ് PS2ൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നു, നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ PS1ലോ NADPH+H പ്രൊഡ്യൂസിംഗ് ഫോട്ടോസിസ്റ്റം. ഓക്കെ, ഇവിടെ എങ്ങനെ ATP മില്ലുണ്ടാകുന്നു, അത് വി വിൽ ഡിസ്കസ്. എനിവേ, ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. ഇവിടെ ഒരാൾ ലൈറ്റ് കൊടുക്കുന്നു, ലൈറ്റ് സ്വീകരിക്കുന്നു, അങ്ങനെ ചെയിൻ പോലെ ലൈറ്റ് ഇങ്ങനെ പോയി അവസാനം ഒരു ബക്കറ്റിൽ NADPH2 or NADPH+H ഉണ്ടാവുന്നു. ഇപ്പൊ 2 പ്രധാനപ്പെട്ട പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻസ് നടക്കുന്നത്. ഒന്ന് ATP പ്രൊഡ്യൂസ് ചെയ്യാനും മറ്റൊന്ന് NADPH പ്രൊഡ്യൂസ് ചെയ്യാനും. സോ റിമെമ്പർ ദ റിസൾട്ട് ഓഫ് photosynthesis, light reaction or light dependent reaction. Light dependent reaction is nothing but the reaction which must have ATP, or we can say that which must have light. Based on the presence of light, we can see the production of ATP and NADPH2. ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ഇത് ഒരു 1 ക്ലാസ്സിൽ എക്സ്ക്ലൂസീവ്ലി 1 അവറിൽ നമ്മൾ പറയേണ്ടതാണ്. എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്നുള്ളത്. ലൈറ്റ് റിയാക്ഷൻ 2 രീതിയിലുള്ളത്, ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ദാറ്റ് വി വിൽ ഡിസ്കസ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.